നമ്മൾ ഇന്നലെ രാത്രി ഷെയർ ചെയ്ത ആ വചനം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? 1 പത്രോസ് 5:6 കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു സിമിലർ ടോണിലുള്ള മറ്റൊരു വചനമുണ്ട്. അതൊന്ന് വായിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ടോണിൽ പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യങ്ങളാണ്. പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ടു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും ദൈവത്തിരുസനിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ധാരണകളൊക്കെ അതിലംഘിക്കുന്ന വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പൗലോസ്ലീഹയുടെ പരിശുദ്ധാത്മ ഉറപ്പ് തരികയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യങ്ങളാണ്. നമുക്ക് ഇന്നലെ പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, പത്രോസ്ലീഹയുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ നമുക്ക് ഈശോയിൽ കംപ്ലീറ്റ് അങ്ങ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. പൗലോസ്ലീഹ നമ്മളോട് പറയണം, നിങ്ങൾ വെറുതെ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടും വലിയൊരു കാര്യം ചെയ്യുന്ന പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എളുപ്പമൊന്നും അല്ലല്ലോ. നമ്മൾ ടെൻഷൻ അടിക്കില്ലേ? ഞാനും നിങ്ങളും ഒക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട്. നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ മാസം ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ, ആകുലപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്ര സുഖിക്കത്തൊന്നുമില്ല, അത്ര ദഹിക്കത്തൊന്നുമില്ല. പക്ഷെ പൗലോസ്ലീഹ ഇതിനോട് ചേർത്ത് പറയുന്ന ആകുലപ്പെടേണ്ടാത്തതിൻ്റെ കാരണം എന്താണ്? നിനക്ക് നിന്റെ യാചനകൾ, നിന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ, ആ പ്രാർത്ഥനകൾ സമർപ്പിച്ചാൽ നിന്റെ ചിന്തകളെ അതിലംഘിക്കുന്ന രീതിയിൽ നിനക്ക് വേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ദൈവം നിനക്കുണ്ട്. സോ വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ഐ ഷുഡ് നോട്ട് ബി ആങ്ഷ്യസ്? ഞാൻ ആങ്ഷ്യസ് ആവാതിരിക്കാൻ, എൻ്റെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, എൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ, എനിക്ക് സമർപ്പിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക്, ഈശോയുടെ കയ്യിലേക്ക് ഞാനത് കൊടുത്താൽ ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ട് അപ്പുറമായിട്ട് കർത്താവ് എന്നെ സഹായിക്കും. എൻ്റെ ആങ്സൈറ്റീസ് മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന് അതാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇന്ന് രാത്രി ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി ആങ്ഷ്യസ് ആയിട്ടാണ് കടന്നുറങ്ങുന്നതെങ്കിൽ, അയ്യോ ഈശോയെ നാളെ എന്നാ ചെയ്യും, ഇതെങ്ങനെ പൂർത്തിയാക്കും, ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈശോയുടെ പ്രിയപ്പെട്ട മക്കള് ഒന്നിനെക്കുറിച്ചും ആകുലരാവേണ്ടെന്ന് പൗലോസ്ലീഹയോട് ചേർന്ന് അച്ഛന് നിങ്ങളോട് പറയാണ്. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒറ്റ കാര്യത്തിലാണ് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കൊടുക്കാൻ, എനിക്ക് ഈ പ്രാർത്ഥന സമർപ്പിക്കാൻ നമുക്ക് ഈശോ ഉണ്ടല്ലോ. ആ ഈശോ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഈശോ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് നമ്മളെ സഹായിക്കും. ആ ഒരു പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഇന്ന് രാത്രി കടന്നുറങ്ങണം. എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്, വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം, ഹൃദയത്തിലേക്ക് ഇത് ഏറ്റെടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് വിശ്വസിക്കണം, കർത്താവ് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു പ്രതീക്ഷ വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ ഓരോ ദിവസവും ശാന്തമായി കിടന്നുറങ്ങാൻ സഹായിക്കുന്നതും നാളെ വീണ്ടും എഴുന്നേൽക്കാൻ സഹായിക്കുന്നതും. സോ ഗുഡ് നൈറ്റ് വിത്ത് ക്രൈസ്റ്റ്. ടുമോറോ ഗുഡ് മോർണിംഗ്. ഈശോയുടെ കൂടെ എഴുന്നേൽക്കുക, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടാതെ ഈശോയിൽ സമാധാനം കണ്ടെത്താൻ ഈശോയുടെ കുഞ്ഞിനെ ഈശോ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.